السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم. الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا قلت حيلتنا، أعثنا يا رسول الله صلى الله عليه وسلم. انظرنا يا رسول الله صلى الله عليه وسلم. أدركنا يا رسول الله صلى الله عليه وسلم. بلغ العلا بكماله، كشف الضجى بجماله، حسنت جميع خصاله. صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الرحم الراحماയ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, നിന്റെ ഫضല് കൊണ്ട് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട്, പരിശുദ്ധ റമദാന്റെ പോരിശ കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ മഹത്വം കൊണ്ട്, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള ലൈലത്തുൽ ഖദ്റിന്റെ ശറഫ് കൊണ്ട് ഇന്ന് വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസിൽ എത്തിപ്പെട്ട സാദാത്തുക്കൾ, പണ്ഡിത മഹത്തുക്കൾ, അഹ്ലുസുന്നയുടെ നേതാക്കൾ, സ്നേഹികൾ, ഇഷ്ടജനങ്ങൾ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, രാജ്യത്തിന്റെ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രവാസികളായ സ്നേഹികൾ, എല്ലാ ദുആ കൊണ്ട് കടപ്പെട്ട സകല ജനങ്ങൾക്കും എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും ഉൾപ്പെടെ മാപ്പാക്കണം റഹ്മാനെ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണമല്ലാ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം റഹ്മാനെ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ, രോഗികളാക്കല്ല റബ്ബേ, ഇസ്സത്ത് തകർക്കല്ല അല്ലാ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാനെ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാ. വഫാത്തായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ശൈഖുനാ താജുൽ അലമ നൂറുൽ അലമ സയ്യിദുനാ പൊസോട്ട് തങ്ങൾ, ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ ഉൾപ്പെടെ ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ആദരണീയരായ സാദാത്തുക്കൾ, ശൈഖുനാ ശറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദ്, അഹ്ലുസുന്നയുടെ നമ്മുടെ ജില്ലയിലെ നേതൃത്വവും SYSന്റെ സംസ്ഥാന ഉപാധ്യക്ഷനുമായ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ,
സീലാൻഡ് ഹാജിയും സ്വാഗതമാട് ബാബ ഹാജി സിദ്ദീഖ് ഹാജി ഉൾപ്പെടെയുള്ള അഹ്ലുസുന്നയുടെ ഉമറാക്കൾ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളായ മുത്തഅല്ലിമുകളെ, ചെറുപ്പക്കാരെ, മാന്യ സഹോദര സഹോദരിമാരെ, കൂടുതലൊന്നും പ്രസംഗിക്കുന്നില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് സംസാരിച്ചു. കെ.സി. റോഡ് ഹുസൈൻ സഅദി ഉസ്താദും അതുപോലെ ഹംസ മിസ്ബാഹിയും ഷെയ്ഖുന ഷറഫുൽ ഉലമ മഞ്ഞനാടി ഉസ്താദും ഉൾപ്പെടെ പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ നമ്മോട് സംസാരിച്ചു. അള്ളാഹു എല്ലാവർക്കും, മുഹമ്മദ് സഖാഫി പാത്തൂര്, അങ്ങനെ മള്ളൂര്, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എപ്പോഴും പറയുന്നത് പോലെ വല്യുഖസ്മാലം യുഖൽ, എല്ലാവർക്കും അള്ളാഹു ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. മഹാനരായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ കഴിഞ്ഞ സ്വലാത്തിന് ഇവിടെ ഇല്ലായിരുന്നു, വിദേശത്തായതുകൊണ്ട്. ഇന്ന് ഉസ്താദിന് നല്ല ക്ഷീണുണ്ട്. ഈ മജ്ലിസ് കൊണ്ട് ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് എല്ലാ ക്ഷീണങ്ങളും നീ മാറ്റിയിട്ട് കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാനെ. അവിടുത്തെ സ്ഥാപനം നീ വലിയ നിലക്ക് ഉയർത്തി കൊടുക്കണം റഹ്മാനെ. ഇന്ന് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന രാത്രിയാണ്. സൂറത്തുൽ ഖദറിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ, പരിശുദ്ധ ഖുർആൻ ഈ രാത്രിയാണ് ഇറക്കിയത്. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് അല്ലാഹു ഖുർആൻ അവതരിച്ചത് എന്ന് പറഞ്ഞ് തങ്ങളോട് ചോദിക്കാണ്, എന്താണ് ലൈലത്തുൽ ഖദർ എന്നാൽ തങ്ങൾക്ക് അറിയോ? അവിടുന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. അല്ലാഹു പറയുന്നു, ലൈലത്തുൽ ഖദർ എന്നാൽ അതൊരു വലിയ സംഭവമാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫ് ശഹർ, 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദ്ർ എന്ന് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു. 1000 മാസം. ഒരു മനുഷ്യന്റെ ആയുസ് 1083 വയസ്സും അതിന് 1084, അതിനുശേഷമുള്ള മാസങ്ങളും ചില്ലറ മാസങ്ങളും. ഒരാളുടെ ആയുസ് അത്ര നീണ്ടു കിട്ടിയാൽ വലിയ തൗഫീഖാണ്. അപ്പൊ ആ ജീവിതം മുഴുവനും അമൽ ചെയ്ത ആ കൂലി, മുഴു സമയവും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തതിന്റെ കൂലി. അല്ലെങ്കിൽ എത്രയാണ് അതിനപ്പുറം കണക്കാക്കുക? 1000 മാസത്തെക്കാൾ എന്നാണ് പറഞ്ഞത്, പരിധി നിശ്ചയിച്ചിട്ടില്ല. അപ്പൊ എത്രയും അങ്ങോട്ടാകാം. അത് മഹാനരായ ശൈഖുന ശറഫുൽ ഉലമ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെ ഇഖ്ലാസ് അനുസരിച്ച് ഖാലിഖായ റബ്ബ് നൽകുന്നതിന് പരിധി നിശ്ചയിക്കാൻ അടിമകൾക്കാവില്ല. അങ്ങനെയുള്ള വലിയ ശറഫുള്ള ഒരു രാത്രിയിൽ എത്ര ക്ഷീണമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും ആർക്കും ഒരു മുഷിപ്പും വേണ്ട. ഇന്ന് ഈ രാത്രിയിലെ മജ്ലിസ് ഒരു പക്ഷേ സുബഹി വരെ നീണ്ടു നിൽക്കും എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണിക്ക് ശേഷമായിട്ട്. എന്നാലും നിങ്ങളാരും സങ്കടപ്പെടണ്ട. മഹാനരായ സൂഫിയാക്കളിൽ വലിയ സ്ഥാനം അലങ്കരിച്ച വലിയ മഹാനാണല്ലോ ഇമാമുൽ ഗസാലി റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ പറയുന്നത് നിങ്ങൾ അറിയണം, ഒരു വർഷത്തിലെ റമദാൻ ഷരീഫ്, റമദാൻ മാസം യൗമുസ് സബ്തിൽ സൗമ് തുടങ്ങിയാൽ, ശനിയാഴ്ച ദിവസം നോമ്പ് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ രാത്രിയാണ് റമദാനിലെ 23ാമത്തെ രാത്രി എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പറയുമ്പോൾ അൽഹംദുലില്ലാഹ് ഇന്നത്തെ ഈ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് ഏറെ പ്രതീക്ഷയോടെ ഉറപ്പായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു രാത്രിയാണ് ഈ പരിശുദ്ധമായ രാത്രി. ഞാൻ അങ്ങനെ പറയുന്നത് ഒറ്റയിട്ട ഓരോ രാവുകളിലും പ്രതീക്ഷയോടല്ല, ഉറപ്പായിട്ട് തന്നെ നമ്മൾ അതിലങ്ങ് മുഴുകുക. എന്നാൽ നമുക്കത് നഷ്ടമാകൂല. 21ാം രാവിലും 23ാം രാവിലും 21ാം രാവിൽ
പതിനായിരങ്ങൾ സംബന്ധിച്ച മൂന്നാക്കൽ സ്വലാത്ത് കഴിഞ്ഞു. 23-ാം രാവിൽ ബായാർ മുജമ്മഅൽ ഇവിടെ പ്രാർത്ഥനാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. 25-ാം രാവിൽ കാസർഗോഡ് ജില്ലയിലെ അറിയപ്പെട്ട സ്ഥാപനമായ ജാമിഅ സഅദിയയിൽ മഹാനരായ ശൈഖുന നൂറുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ആത്മീയ ശിക്ഷണത്തിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ജാമിഅ സഅദിയയിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 25-ാം രാവിനാണ്. 21-ാം രാവിന് മദ്ഹറിൽ നടന്നു. മഹാനരായ ശൈഖുന സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ ഉപ്പാപ്പാന്റെ നേതൃത്വത്തിൽ ആത്മീയ ശിക്ഷണത്തിൽ നടക്കുന്ന മുഹിമ്മത്തിലും പ്രാർത്ഥനാ സമ്മേളനം. അങ്ങനെ മഅദിനിലും അങ്ങനെ പല സ്ഥലങ്ങളിലും 25-ാം രാവിന് സാധുവായ ഞാൻ എല്ലാ വർഷവും പോകുന്നതാണ്. ശൈഖുന കൊമ്പം ഉസ്താദിന്റെ സ്ഥാപനമാകുന്ന ഞാൻ പഠിച്ച സ്ഥാപനവും കൂടിയാണ് ജാമിഅ ഹസനിയ. അവിടെ എല്ലാ വർഷവും റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം. ഇപ്രാവശ്യവും ജാമിഅ ഹസനിയയിൽ 25-ാം രാവിനാണ്. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരിയിലെ മമ്പയിലേക്ക് പോകുന്നത്. അവിടെ എത്തുമ്പോൾ ഏകദേശം 2 മണി 2:30 3 മണിയാവും. അത് പിന്നെ സുബഹി വരെ സുബഹിയോടുകൂടി അങ്ങ് പൂർത്തിയാക്കും. അപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ മജ്‌ലിസുകൾ നടക്കുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് ഈ മജ്‌ലിസ് ലൈലത്തുൽ ഖദറിന്റെ 1000 മാസത്തേക്കാൾ മഹത്വമുള്ള രാത്രിയായി നീ ഹബീബിന് സന്തോഷമറിയിച്ച പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങളിലെ ഒറ്റയിട്ട രാവുകളെന്ന് തങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഉൾക്കാഴ്ചയുള്ള അയിമ്മത്തുകൾ ഞങ്ങൾക്ക് ഈ ദിവസത്തെ കൂടുതലും പ്രതീക്ഷിക്കാൻ വേണ്ടി ഓരോന്ന് തെളിവടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ബായാർ സ്വലാത്ത് എന്ന പേരിൽ മാസം തോറും കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സമ്മേളിക്കുന്ന ഈ ബായാർ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന നിലക്ക് ഇന്ന് ഈ മജ്‌ലിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ മജ്‌ലിസിൽ എത്തിയിട്ടുണ്ട്. ദൂര സ്ഥലങ്ങളിലുള്ള ആളുകളോടെല്ലാം സാധുവായ ഞാൻ തന്നെ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രയാസപ്പെട്ടു വരണ്ട എന്ന് തന്നെ പറഞ്ഞത്. ഇന്ന് നോമ്പ് തുറന്റെ മുമ്പിലും എന്റെ സംസാരം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ആരോഗ്യമുള്ള ആളുകൾ, പ്രയാസമില്ലാത്ത ആളുകളെല്ലാം നമ്മുടെ മജ്‌ലിസിൽ കൂടിയാൽ അത് ഖൈറായിരിക്കും എന്നാ പറഞ്ഞത്. ആരെയും നിർബന്ധിച്ചിട്ടില്ല. അതുമാത്രമല്ല, റമദാനിലെ നോമ്പനുഷ്ഠിച്ച് സ്ഥിരമായിട്ട് വരുന്ന ആയിരക്കണക്കിന് ആളുകൾ ബാംഗ്ലൂർ, തുംകൂർ, ചിക്മംഗ്ലൂർ, ബോംബെ, ഗുജറാത്ത്, ഗോവ, മൈസൂർ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ അവർക്ക് ഇങ്ങോട്ട് റമദാനിൽ നോമ്പ് പിടിച്ച് വരാനുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ ആ ഭാഗത്തു നിന്നുള്ള കുറെ ആളുകൾ ഇന്ന് ഈ മജ്‌ലിസിൽ ദ്വാരക്കും. അതുകൊണ്ട് അടുത്ത മജ്‌ലിസിൽ വന്നാൽ മതി എന്ന് അവരോടെല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസിൽ ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെയുള്ള നേരത്തെ സദീഖ് സഖാഫി പറഞ്ഞതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സ്നേഹികൾ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ വിദേശ നാടുകളിലുള്ള കമ്മിറ്റിക്കാർ, നമ്മുടെ ബായാർ സ്വലാത്ത് എന്ന പേരിൽ വിദേശ നാടുകളിലും മജ്‌ലിസുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ നേതൃത്വം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ കമ്മിറ്റികളൊക്കെ, നമ്മുടെ സ്നേഹികളൊക്കെ, ഇഷ്ടജനങ്ങളൊക്കെ ഇന്നിവിടെ നാം തുറന്ന നോമ്പ് തുറയിലേക്ക് കഴിവിനനുസരിച്ച് സ്വതക്ക നൽകുകയും മാംസത്തിലേക്കും നോമ്പ് തുറ വിഭവങ്ങളും ഫ്രൂട്ട്സ് അടക്കം നമ്മൾ അബ്ബാസ് ഖാന്റെ കയ്യിൽ മാംഗ്ലൂരിലെ കൂടുതൽ ഫ്രൂട്ട്സ് ബിസിനസ്സുകാരും ഇന്നലെ തന്നെ വലിയൊരു വാഹനത്തിൽ നിറച്ച് ഇങ്ങോട്ട് കയറ്റിവിട്ടു. ഈ പരിസരത്തുള്ള നാട്ടിലെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉമ്മമാർ പത്തലുകളും മറ്റു പലഹാരങ്ങളും ഇങ്ങോട്ട് കൊടുത്തുവിട്ടു. ആയിരക്കണക്കിന് ആളുകൾ വളരെ സന്തോഷത്തോടെ ഇവിടെ നോമ്പ് തുറന്നു. അല്ലാഹുവേ, ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച് മുഴുവൻ ആളുകൾക്കും ദുനിയാവിലും ആഖിറത്തിലും നീ സന്തോഷം നൽകണം റഹ്മാനേ. ഞാൻ പറയുന്നു മുസ്ലിമീങ്ങളെ, ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വആഖിറുഹു ഇത്ഖും മിനന്നാർ. റമദാനിലെ അവസാനത്തെ 10 ദിനങ്ങൾ
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടിമകൾക്ക് ധാരാളമായി നരകമോചനം നൽകുന്ന ദിനങ്ങളാണ്, രാപ്പകലുകളാണ്. ഈ ഉമ്മത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പുറത്തു തരാൻ പ്രത്യേകമായി അല്ലാഹു നൽകിയ മാസമല്ലേ വിശുദ്ധ റമദാൻ. അത് ഹബീബ് നമുക്ക് വിവരിച്ചു തന്നിട്ടില്ലേ? വറമദാനു ശഹ്റു ഉമ്മത്തി ഖാല റസൂലുള്ളാഹി. റമദാൻ എൻ്റെ ഉമ്മത്തിന്റെ മാസമാണ്. സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കാൻ റമദാൻ എന്ന് പറയുന്ന പദത്തിന്റെ നേരാർത്ഥം തന്നെ കരിച്ചു കളയുക എന്നാണല്ലോ. അപ്പൊ പണ്ഡിതന്മാര് പറയുന്നു, ദോഷങ്ങൾ അല്ലാഹു ധാരാളം കരിച്ചു കളയുന്നതിനാലാണ് ഈ മാസം ഈ പേരിൽ അറിയപ്പെടാനുള്ള കാരണമെന്നും ഉലമാ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മഹാന്മാരായ അയിമ്മത്ത് പറയുന്നു, റമദാൻ വലിയ ബഹുമാനമുള്ള മാസമാണ്. ശഹ്റുൽ അഫ്വി വൽ ഉഫ്റാൻ, ശഹ്റുർ റഹ്മത്തി വർ റിദ്വാൻ, ശഹ്റുത് തൗബത്തി വൻ നദം. ഇത് വിട്ടുവീഴ്ചയുടെ അല്ലാഹു ധാരാളമായി അടിമകൾക്ക് വിട്ടുവീഴ്ച അഫ്വ് ചെയ്യുന്ന മാസമാണ്. ധാരാളം ദോഷങ്ങൾ പുറത്തു കൊടുക്കുന്ന മാസമാണ്. റഹ്മത്തിന്റെ മാസമാണ്. തൗബയുടെ മാസമാണ്. ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. ഈ മാസങ്ങളുടെ 30 ദിവസങ്ങളിലെ ഓരോ 10 ദിവസങ്ങളെ വേർതിരിച്ച് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു. അവ്വലുഹു റഹ്മ. റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ റഹ്മത്തിന്റെ 10 ദിനങ്ങളാണ്. അന്ന് നാം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന വ അഊദു ബിക മിനൻ നാർ എന്ന് പറഞ്ഞ് ആ 10 ദിവസങ്ങളിലും അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന് ചൊല്ലി പോന്നു. അതിനുശേഷം ഔസതുഹു മഗ്ഫിറ. റമദാനിലെ നടുവിലത്തെ 10 ദിനങ്ങൾ മഗ്ഫിറത്തിന്റെ 10 ദിനങ്ങളെന്ന് തങ്ങൾ പറഞ്ഞു. ആ 10 ദിനങ്ങളിലും നാം ചൊല്ലി ബദർ ദിനം ഉൾപ്പെട്ട 10 ദിനങ്ങളിൽ അല്ലാഹുമ്മ അഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. ഇപ്പോൾ നാം ഉള്ളത് വാഹിറുഹു അത്ഖും മിനൻ നാർ. اللهم اعتقني من النار وادخلني الجنة يا رب العالمين എന്ന് പറഞ്ഞ് അഫ്വിന്റെ മാസമല്ലേ റമദാൻ. ശഹ്റുൽ അഫ്വി വൽ ഉഫ്റാൻ. اللهم إنك عفو تحب العفو فاعف عني. എത്ര തെറ്റ് ചെയ്തവരും വിഷമിക്കണ്ട. കള്ള് കുടിച്ച ആളുകളുണ്ടോ? വ്യഭിചാരികളുണ്ടോ? തോന്നിവാസം ചെയ്തവരുണ്ടോ? അല്ലാഹുവിനെക്കുള്ള ഖൽബ് തിരിക്കൂ, പിടിക്കൂ. ഉപ്പാപ്പ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ നിറക്കൂ. ആ തങ്ങള് ഖൽബിൽ നിറഞ്ഞാൽ, തങ്ങളെ വിളിച്ചാൽ അവിടെ നിന്നൊരിക്കലും അതാ ഖായിബാക്കൂല, തങ്ങള് കൈവിടില്ല. ഒരാള് വന്നിട്ടൊരു പരാതി എന്താണ് പറഞ്ഞതെന്നറിയാം? ഒരു മകന്റെ പരാതിയാണ് പറഞ്ഞത്. എന്താണ് വിഷയം? കള്ളുകുടിയനായ, ലഹരിയുടെ മയക്കുമരുന്നിന്റെ ഉപയോഗക്കാരനായ മകൻ, മോഷണം നടത്തുന്ന, കളവ് നടത്തുന്ന മകൻ, എല്ലാ ഗുണ്ടായിസത്തിലും കൊലപാതകങ്ങളിലും അക്രമങ്ങളിലും ഇടപെടുന്ന മകൻ, വ്യഭിചാര പ്രവർത്തനങ്ങളിലും മറ്റ് ദുശ്ശീലങ്ങളും അത്തരം വടക്കായ കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ അടിമയായ മകൻ, കുടുംബത്തിനും അയൽവാസികൾക്കും
നാട്ടുകാർക്കും പരിസര നാട്ടുകാർക്കും ഇവന്റെ ജീവിതം വലിയ ഭീഷണിയാണ്. ആ അവസ്ഥയിൽ ബാപ്പനോട് വന്ന് ആളുകളെല്ലാവരും കൂടി പരാതി പറഞ്ഞു. ബാപ്പാക്ക് അങ്ങേയറ്റത്ത് താങ്ങാൻ കഴിയാത്ത വിഷമം മകനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞിടാ, നീ എന്റെ മകനല്ല. അങ്ങേയറ്റത്തെ വെറുപ്പ് കൊണ്ട് പറഞ്ഞ്, ഞാൻ മരിച്ചാൽ എന്റെ മുഖം നീ നോക്കിക്കൂടാ. വെറുപ്പ് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു, എന്റെ സ്വത്താവകാശം പോലും നിനക്കില്ല. വെറുപ്പ് കൊണ്ട് അങ്ങനെ പറഞ്ഞു. ആ മകനാണ് പിന്നീട് ഒരു സമയം ഒരു വലിയ ബുദ്ധിമുട്ടിലകപ്പെട്ട് അവനെ കൊല ചെയ്യാൻ പോകുന്നു എന്ന അവസ്ഥയിലേക്ക് കാര്യമെത്തി. എന്റെ മകന്റെ ജീവിതം ഇനി ഇത്ര സമയം വരെ ഉള്ളൂ, ഇന്നാലിന്ന ദിവസം അവനെ കൊല ചെയ്യപ്പെടാൻ പോകുന്നു എന്ന ഉറച്ച തീരുമാനം ഈ ബാപ്പക്ക് കിട്ടിയപ്പോൾ ബാപ്പ വല്ലാണ്ട് വിഷമിച്ചു. ഒരു സമയത്ത് വെറുപ്പുകൊണ്ട് അങ്ങനൊക്കെ പറഞ്ഞിരുന്നു, മരിച്ചാൽ മുഖം പോലും കാണരുത്, സ്വത്താവകാശം പോലും ഇല്ല എന്ന് പറഞ്ഞിരുന്നു. എന്നാലും എന്റെ മകനെ രക്ഷപ്പെടുത്താനുള്ള വഴി എന്താണ്, അവന്റെ ജീവൻ സംരക്ഷിക്കാനുള്ള മാർഗം എന്താണ് എന്ന നിലക്ക് അതിൽ ഇടപെടുന്നത് സ്വാഭാവികമാണെങ്കിൽ ബായാറ് സ്വലാത്തിലെ പ്രാർത്ഥനാ സമ്മേളനത്തിലെത്തിയ ഈ ജനങ്ങളോട് മുഴുവനും ഞാൻ പറയുന്നു, എന്റെ വോയിസ് ഗൾഫ് നാട്ടിൽ ഉൾപ്പെടെ ശ്രദ്ധിക്കുന്ന സർവ സഹോദര സഹോദരിമാരോടും ഞാൻ പറയുന്നു, മക്കളെ, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പയാണ്. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഈ സദസ്സിലെ ചില മുത്തഅല്ലിമുകൾ ചിന്തിക്കും, എങ്ങനെ തങ്ങൾ അങ്ങനെ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ബാപ്പ എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ മദീനത്ത് പോയ ആളുകൾ ഇന്നും മദീനത്ത് പോയാൽ തങ്ങൾക്ക് സലാം പറയുന്ന ഭാഗത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും ഒക്കെ സലാം പറയുന്ന ഭാഗത്ത് മദിലിന് മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഖുർആന്റെ ആയത്ത്, മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലിക്കും വലാകിൻ റസൂലുള്ളാഹി വ ഖാതമൻ നബിയീൻ. നിങ്ങളിൽ ഒരു പുരുഷന്മാരുടെയും പിതാവല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആനിലുണ്ടല്ലോ. അപ്പൊ ചിലർക്കൊരു ഇഷ്കാല്, അങ്ങനെയാണെങ്കിൽ പുരുഷന്മാരുടെ പിതാവല്ല തങ്ങളെന്ന് ഖുർആനിലുണ്ടെങ്കിൽ അപ്പൊ തങ്ങൾക്ക് ആൺമക്കൾ ഉണ്ടായിട്ടില്ലേ? അപ്പൊ ഇബ്രാഹിം, ഖാസിം, അബ്ദുള്ള എന്ന് പറയുന്ന മക്കൾ തങ്ങളെ മക്കളല്ലേ? സംശയിക്കാനില്ല. നഹ്വിന്റെ ഖായിദ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി നാം പള്ളി ദർസിൽ ഇന്നും ഓതി പഠിക്കുന്ന ഇബ്നു മാലിക് തങ്ങളുടെ ഗ്രന്ഥമാണ് അൽഫിയ. അൽഫിയ എങ്ങനെ ഓതുന്ന സമയം, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി, ഖല മുഹമ്മദുൻ ഹുവ ഇബ്നു മാലികി, അഹ്മദു റബ്ബില്ലാഹ ഖൈറ മാലികി, മുസല്ലിയൻ അലർ റസൂലിൽ മുസ്തഫാ വ ആലിഹിൽ മുസ്തക്മിലീന ശുറഫാ. ഓരോ പദ്യങ്ങൾ ഇങ്ങനെ ചൊല്ലി ആ പദ്യത്തിൽ പറഞ്ഞ അതിന്റെ പദ്യത്തിന്റെ ആ ബൈത്തിന്റെ വൽഹാസിൽ എന്താണ്, അവിടെ പറഞ്ഞ നഹ്വിന്റെ ഖായിദ എന്താണ്? ഇങ്ങനെ അൽഫി ഓതുന്ന സമയം മുത്തഅല്ലിമുകൾക്ക് വലിയ ലഹരിയാണ്, നഹ്വുമായി ബന്ധപ്പെട്ട ലഹരിയാണ്. ആ അൽഫിയുടെ ഓരോ പദ്യങ്ങളും ഹിഫ്ലാക്കി 1000 പദ്യം പൂർത്തിയാക്കിയ കുട്ടിയോട്, മോനെ 1000ാമത്തെ ബൈത്തൊന്ന് പറഞ്ഞോ, ഒന്ന് പറയോ, ഒന്ന് ചൊല്ലോ എന്ന് ചോദിച്ചാൽ എത്ര ക്ഷീണമുള്ള കുട്ടിയാണെങ്കിലും ആവേശത്തോടെ പറയും, വആലിഹിൽ ഉർരിൽ കിറാമിൽ ബാററ വസഹബിഹിൽ മുൻതഖിബീനൽ ഖിയറാ. ഈ നിലയ്ക്ക് അല്ലാഹുവിന്റെ ദീൻ മനസ്സിലാക്കാൻ നഹ്വിന്റെ ഖായിദ ഉൾപ്പെടെ പഠിച്ച കുട്ടികൾക്കറിയാം. അല്ലാത്ത ഗൾഫിലൊക്കെ ഇടപെടുന്ന ജനങ്ങളായതുകൊണ്ട് അവാമുന്നാസിനും അറിയാം.
അറബിയിൽ പുരുഷന്മാർക്ക് എന്താ പറയാ? അറബിയിൽ പുരുഷന്മാർക്ക് എന്താ പറയാ? റിജാൽ, റജുൽ പുരുഷൻ, റിജാൽ പുരുഷന്മാർ. അപ്പൊ റജുൽ ആരാണ്? റജുൽ ദക്കറും ബാലിം, പ്രായപൂർത്തി എത്തിയ ആണുങ്ങൾക്ക് റജുൽ എന്ന് അറബിയിൽ പറയും. ഈ സ്റ്റേജിലുള്ള ആളുകളൊക്കെ റജുലാണ്. റിജാൽ പ്രായപൂർത്തി എത്തിയ ആണുങ്ങളാണ്, അവർക്ക് അറബിയിലുള്ള പ്രയോഗമാണ് റജുൽ, റിജാൽ. അപ്പൊ തങ്ങൾക്ക് അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്ന് പറയുന്ന ആൺമക്കൾ തങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾ റജുലാകുന്നതിന് മുമ്പ്, ബുലു ആകുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു അവനിലേക്ക് മടക്കിയിട്ടുണ്ട്. അതേസമയം പിന്നെ എന്താണ് ഖുർആൻ പറഞ്ഞത്? വലാകിർ റസൂലല്ലാഹ്. ഇവിടെ ലാക്കിൻ എന്നുള്ളത്, അതിനാ ഞാൻ അൽഫിന്റെ പദ്യം ചൊല്ലിയത്. അൽഫി ഓതിയ മുതഅല്ലിമുകൾക്കറിയാം ലാക്കിൻ എന്നുള്ളത് ഇസ്തിദ്റാഖാണ്. ഇസ്തിദ്റാഖ് എന്ന് പറഞ്ഞാൽ റഫ്ഉ തവഹുമി മിനൽ കലാമി സാബിഖി, സാബിഖായ കലാമിൽ നിന്ന് തവഹുമിനെ റഫ്ഉ ചെയ്യുക, നീക്കം ചെയ്യുക. അപ്പോൾ തങ്ങൾ നമ്മുടെ ആരാണ്? ജിസ്മാനിയായ ശാരീരികമായ പിതാവല്ല, വലാകിൻ അബൻ റൂഹാനിയ, ആത്മീയ പിതാവാണ്. ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മഹാനരായ സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള രചിച്ച മങ്കൂസ് മൗലിദില്ലേ, ആ മങ്കൂസ് മൗലിദിലെ തുടക്കത്തിലെ പദ്യം നമുക്ക് ചെല്ലുന്നവരെല്ലാം അന്ത ഉമ്മുൻ അം അബു മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി الشفيع الأبطحي والحبيب العربي. ആ ഹബീബായ തങ്ങളെ പിടിച്ചാൽ, തങ്ങളെ വിളിച്ചാൽ തങ്ങൾ ഒരു നിലക്കും കൈയൊഴിയൂല. ഞാൻ ഈ വാചകം പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നു. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അതാ കിതാബുൽ ഈമാനിൽ വഹയുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന സ്ഥലത്ത് മഹാനരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറായിൽ അതാ ഇബാദത്തിൽ മുഴുകുന്ന സമയം ഇറങ്ങി വരുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇറങ്ങി വന്നിട്ടതാ ഹബീബിനെ ഒന്ന് അണച്ചുകൂട്ടുന്നു, ഒന്ന് അണച്ചുകൂട്ടി പിടിക്കുന്നു. ഒരു വലിയ ദൗത്യം തങ്ങൾക്ക് ഏൽപ്പിക്കുന്നു. ആ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത തങ്ങൾ അതിന്റെ ഗൗരവം ചിന്തിച്ച് പേടിച്ചിട്ട് പനി വന്നുപോയി. പനി വന്ന് ഇങ്ങനെ വറക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി നടക്കുന്നു സ്വന്തം വീട്ടിലേക്ക്. അതാ വീട്ടിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി അതാ കടന്നു വരുന്നു മഹദി ബീവി ഖദീജത്തുൽ കുബ്രാ. ബീവി ഖദീജ ബീവി അങ്ങ് കടന്നു വന്നപ്പോ ഹബീബായ തങ്ങളതാ ഖദീജ ബീവിയോട് പറയുന്നു, സമ്മിലൂനി യാ ഖദീജ, എന്നെ പുതപ്പിട്ട് മൂടിക്കോ ഖദീജ. ആ സമയത്ത് മഹദി ഖദീജ റളിയല്ലാഹു അൻഹാ ഹബീബായ തങ്ങളോട് പറഞ്ഞൊരു വാചകമുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. എന്താണ് പറഞ്ഞത്? അബ്ശിർ കല്ലാ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. നബിയേ, തങ്ങൾ ഒരിക്കലും വിഷമിക്കണ്ട. അർഹമുർ റഹീമായ ഖാലിഖായ ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തങ്ങളെ കൈവിടില്ല, തങ്ങളെ കൈയൊഴിയൂല. അതിനുള്ള
അതിനുള്ള കാരണം ഓരോന്നോരോന്ന് ആ ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം പറയുന്നുണ്ട്. എനിക്കത് പറയാൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് വരുന്നില്ല. ഇന്നക ലതസിലുർ റഹിം വതസ്ദഖുൽ ഹദീസ് വതഹ്മിലുൽ കല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഹദീസിന്റെ ലാസ്റ്റ് ഭാഗം വരെ എന്താണ് ഹദീസിന്റെ ഉദ്ദേശം, എന്താണ് അതിൽ പറഞ്ഞു വന്നത്? നിശ്ചയം തങ്ങൾ കുടുംബ ബന്ധം ചേർക്കുന്നവരല്ലേ, തങ്ങൾ സത്യം മാത്രം വതസ്ദഖുൽ ഹദീസ് സത്യം മാത്രം വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അതിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ആളല്ലേ. വതഹ്മിലുൽ കല്ല അതേ പാവങ്ങളുടെ അത്താണിയല്ലേ. അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് ആശ്വാസമല്ലേ തങ്ങള്, പാവങ്ങളുടെ സഹായിയല്ലേ. അതുകൊണ്ട് റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ജീവകാരുണ്യ രംഗത്ത് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പ് തന്നെ സജീവമായിരുന്നു എന്ന് ഈ പരിശുദ്ധമായ ഹദീസിൽ നിന്നും വളരെ വ്യക്തമാണ്. ഞാനിത് പറയാൻ കാരണം ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ കൈവിടില്ല, തങ്ങൾ നമ്മെ അകറ്റി നിർത്തില്ല. ഈ വാചകം പറഞ്ഞപ്പോൾ ഇതുമായിട്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ബുഖാരിന്റെ ഹദീസിലുണ്ടല്ലോ, വല്ലാഹി ഇന്നല്ലാഹി വല്ലാഹി എന്താണ് പറഞ്ഞത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു കാരണവശാലും തങ്ങളെ വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, അല്ലാഹു തങ്ങളെ കൈവിടൂലെന്ന് പറഞ്ഞ അതെനിക്ക് ഓർമ്മ വന്നത് കൊണ്ട് ഞാൻ ആ ഹദീസ് പറഞ്ഞതാണ്. ഓ മുസ്ലിമീങ്ങളെ, ഹബീബായ തങ്ങൾ നമ്മുടെ ആത്മീയ പിതാവാണ്. എന്റെ സദസ്സിൽ കള്ള് കുടിച്ച ആളുകളുണ്ടാകും, കഞ്ചാവ് വലിച്ചവരുണ്ടാകും, ഹാൻസ് വെച്ചവരുണ്ടാകും, പാൻപരാഗ് ചവച്ചവരുണ്ടാകും, മധു തിന്ന ആളുകളുണ്ടാകും. എത്ര ആളുകളാണ്? അതേ വ്യഭിചാരം ചെയ്ത ആളുകൾ എത്ര? നോമ്പുകാരായിട്ട് വ്യഭിചാരം ചെയ്ത ആളുകൾ എത്ര? ഞാൻ എങ്ങനെ പറയുമ്പോ നിങ്ങളൊന്നും സംശയിക്കണ്ട, ഞാനിത് വെറുതെ പറയുകയല്ല. പരിശുദ്ധ റമളാൻ ഇല്ല നോമ്പ് എന്തിനു വേണ്ടിയാണ് അല്ലാഹു ഫറളാക്കിയത്? കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് നോമ്പിനെ അല്ലാഹു ഫറളാക്കിയതെന്നല്ലേ ഖുർആൻ ബോധ്യപ്പെടുത്തിയത്. എന്നിട്ട് ആ തഖ്വ അങ്ങ് മാറ്റി വെച്ചിട്ട്, തഖ്വ എന്നാൽ ഫിഖ്ഹിന്റെ കിതാബ് മറിച്ചാൽ നമുക്ക് വായിക്കാൻ പറ്റും ഇംതിസാലു അവാമിരില്ല വജ്തിനാബു നവാഹിഹി. അല്ലാഹു കൽപ്പിച്ചത് എടുക്കുക, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞത് മാറ്റി വെക്കുക, അതല്ലേ തഖ്വ. ആ തഖ്വക്കല്ലേ നോമ്പിനെ ഫർളാക്കിയത്. എന്നിട്ട് നോമ്പുകാരായിട്ട് വ്യഭിചാരികളായാൽ അല്ലാഹു പൊറുക്കുമോ മുസ്ലിമീങ്ങളെ? ഞാൻ അതിന്റെ ഗൗരവം അറിയിച്ചു പറയുന്നു. വ്യഭിചാരം ഒരു നിലക്ക് മാത്രമല്ല, ഞാൻ ബായാർ സ്വലാത്തിലും അല്ലാത്ത സദസ്സുകളിലും എപ്പോഴും ശക്തമായിട്ട് പറയുന്നതാണ്. അൽ ഐനാനി സിനാഹും അന്നദർ, കണ്ണിന്റെ വ്യഭിചാരമാണ് അന്യ സ്ത്രീ പുരുഷ ദർശനം. കൈയിന്റേതാണ് സ്പർശനം, പിടുത്തം. ഖൽബിന്റേതാണ് അവരെ കുറിച്ചുള്ള ചിന്ത. കാലിന്റേതാണ് അവരിലേക്കുള്ള നടത്തം. ഇങ്ങനെ നീ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മിസ്കാളിലോ മെസ്സേജിലോ ഫോണിലോ ഏത് രൂപേണ അന്യ സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തുന്നുണ്ടോ? ഹറാമായ സ്നേഹബന്ധം നിലനിർത്തുന്നുണ്ടോ? എന്നാൽ കുല്ലും സിനാ, മുഴുവനും വ്യഭിചാരമാണ്. കുല്ലുൻ ഹറാം, മുഴുവനും വളരെ മോശമാണ്, വളരെ തെറ്റാണ്, നിഷിദ്ധമാണ്. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരം അത് തമ്മാടികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് വ്യഭിചാരത്തിന്റെ ഒരു സൂചന പോലും ചിന്തിക്കാൻ പറ്റില്ല. ഈമാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാറ്റി നിർത്തുന്ന വലിയ തെറ്റാണ് വ്യഭിചാരം. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ. ആ വ്യഭിചാരം ഖൽബിൽ അന്യ സ്ത്രീയോ പുരുഷനുമായിട്ട് ഈ ഹറാമിന്റെ ബന്ധം വ്യഭിചാരം നിലനിർത്തിയിട്ട് റമളാനിൽ നോമ്പനുഷ്ഠിച്ചാൽ നമ്മുടെ നോമ്പിന്റെ അവസ്ഥ എന്താണ്? ഖുർആനോത്തിന്റെ അവസ്ഥ എന്താണ്? തറാവീഹിന്റെ അവസ്ഥ എന്താണ്? എഴുത്തികാഫിന്റെ അവസ്ഥ എന്താണ്? ദാനധർമ്മങ്ങളുടെ അവസ്ഥ എന്താണ്? സാന്ത്വനം പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് ഈമാനില്ലാത്ത അഅമാലുകൾ മഖബൂലാണോ? ചിന്തിക്കേണ്ട വിഷയമല്ലേ? മുഅ്മിനീങ്ങളെ, ഗൗരവത്തോടെ ചിന്തിക്കണേ. ഈ
സദസ്സിലതാ സിനിമ നോക്കിയ ആളുകൾ എത്രയാണ്, സീരിയല് നോക്കിയ ആളുകൾ എത്രയാണ്. ഇപ്പോഴും ഓരോരുത്തരുടെ മൊബൈലിലും സിനിമയും സീരിയലിലും അന്യ ആണും പെണ്ണും പ്രേമം പങ്കിടുന്ന മാപ്പിളപ്പാട്ട് ഉൾപ്പെടെ കയറ്റി വെച്ച് അത് ശരീരത്തിൽ ഡ്രസ്സിൽ തിരികെ വെച്ച് ബായാറിലെ പ്രാർത്ഥനാ സമ്മേളനത്തിന് വല്ല മുസ്ലിമീങ്ങളും വന്നവരുണ്ടോ? ധിക്കാരമാണ്, അള്ളാഹുവിനോട് ചെയ്യുന്ന അന്യായമാണ്, നീതികേടാണ്, റബ്ബിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്, നമ്മുടെ നഫ്സിനോടും ദീനിനോടും ചെയ്യുന്ന അക്രമമാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, അത്തരം തെറ്റുകൾ ചെയ്താലും കളവ് നടത്തിയാലും പലിശയുമായി ബന്ധപ്പെട്ട ആളുകൾ എത്രയാണ് ഈ സദസ്സിൽ. ഞാനിങ്ങനെ എപ്പോഴും ഇത് പറയാറുണ്ടെങ്കിലും പിന്നെയും എന്താണ് ഇത് തന്നെ പറയുന്നത്? അതിന്റെ കാരണം അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ എന്നാണ്. ഏറ്റവും വലിയ ഇൽമ് അവസരോചിതമായ ഇൽമാണ്. ഞാൻ ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും ജാർത്തിങ്ങൽ സ്വലാത്തിലും വെട്ടിച്ചിറ മജ്മഅയിലെ സദസ്സിലും ചേറുലാൽ സ്വലാത്തിലും ചമ്രവട്ടം സ്വലാത്തിലും അങ്ങനെ തുടങ്ങി നടത്തിപ്പോരുന്ന മുഴു സദസ്സുകളിലും എല്ലാ സദസ്സുകളിലും ഈ കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾ രാത്രിയിൽ മഅദിൻ മസാലിഹിലെ മഹാനരായ സയ്യിദുനാ ഖലീൽ തങ്ങളുപ്പാപ്പാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പാലക്കാട് ജില്ലയിലെ മോളൂരിലെ മഅദിൻ മസാലിഹിലെ പരിപാടി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വന്നത് റയീസുൽ ഉലമാ സുലൈമാൻ ഉസ്താദിന്റെ മകൻ ഹാഫിൾ അബ്ദുൽ മജീദ് അഹ്സനിയുടെ ബദർ മജ്ലിസ് ഉണ്ട് സുബഹി നിസ്കാരത്തിന്. അപ്പോൾ മോളൂരിൽ നിന്ന് ഞങ്ങൾ നേരെ സുബഹി കണക്കാക്കി ഇങ്ങോട്ടെത്തി. സുബഹി കഴിഞ്ഞ് രാവിലെ തന്നെ തുടങ്ങി 10 മണിക്ക് ശേഷം അതാ തുടങ്ങിയ പരിപാടി ജാമിഅ നുസ്രത്തിലെ രണ്ടത്താണി, അത് കഴിഞ്ഞ് സിറാജുൽ ഹുദ കറുകത്താല്, അത് കഴിഞ്ഞ് മമ്പറും തങ്ങളുപ്പാപ്പാന്റെ മൗലദ്ദവീല തങ്ങളുപ്പാപ്പാന്റെ പേരിൽ നടത്തി വരുന്ന മസ്ജിദിലെ പരിപാടി, അത് കഴിഞ്ഞ് മൂന്നാക്കൽ സ്വലാത്ത്, അത് കഴിഞ്ഞിട്ടാണ് ഇന്നലെ ചെമ്മാട് ടൗണിൽ ജുമഅക്കെത്തിയത്. അത് കഴിഞ്ഞ് രാത്രി മർക്കസ് കോംപ്ലക്സിൽ യാത്രക്ക് ഡ്രൈവർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് കരുതി കോഴിക്കോട് ഒരു സ്ഥലത്ത് വാഹനം നിർത്തി ഇന്നലെ രാത്രി ട്രെയിനിൽ പോന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞത് എല്ലാ സ്ഥലത്തും ഇങ്ങനെ പരിപാടിക്ക് പോകുന്നുണ്ടെന്നല്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാ സാദാത്തുക്കളൊക്കെ അതിനേക്കാളും വലിയ നിലയ്ക്ക് രാപ്പകൽ വിശ്രമമില്ലാതെ ദീനീ പ്രവർത്തനങ്ങളിലായി മജ്ലിസുകളിൽ ഓടി നടക്കുന്നു. എല്ലാം ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഇഖ്ലാസോടെ ചെയ്യുന്നത് ഉപ്പാപ്പ റസൂലുള്ളാഹിനെ കണ്ട് തബസ്സുമിൽ കലിമ ചൊല്ലി പിരിഞ്ഞിട്ട് തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടണമെന്ന പ്രതീക്ഷയിലാണ്. ഞാൻ ഈ സദസ്സുകളല്ല എണ്ണി പറഞ്ഞത് എന്തിനാണെന്നോ, എല്ലാ സദസ്സിലും ഞാൻ ശക്തമായിട്ട് എത്ര ക്ഷീണമുണ്ടെങ്കിലും രാത്രി ഉറങ്ങാതെ തളർച്ചയിലാണെങ്കിലും ഓരോ സദസ്സിലെത്തുമ്പോഴും സദസ്സിനോട് മുഴുവനും വളരെ ഇൻകാറോടുകൂടെ ശക്തമായ ഭാഷയിൽ ഞാൻ ഈ വിഷയം അവതരിപ്പിക്കാറുണ്ട്. ശക്തമായ നിലക്ക് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ചെമ്മാട് പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ മർക്കസ് കോംപ്ലക്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനിയും ജീവൻ നിലനിൽക്കുന്ന കാലം പറയാനുള്ളത് അതാണ്. എന്താണ് കാരണം? നമ്മുടെ ഈ സംസാരം ഇൽമില്ലാത്ത ഞാൻ, ഈമാനും തഖ്വയും വറഉം കുറഞ്ഞ ഞാൻ ഈ നിലക്ക് അല്ലാഹുവിന്റെ ദീൻ പറയുന്നത് കൊണ്ട് എത്രയോ സദസ്സുകളിൽ വിശ്വാസികളിൽ വലിയ മാറ്റം വന്ന എത്രയോ അനുഭവങ്ങൾ അനുഭവസ്ഥരായ ആളുകൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. പുത്തനാശയത്തിൽ അതാ തെറ്റിദ്ധരിച്ചു കൂടിയ 100 കണക്കിന് പുത്തനാശയക്കാർ സുന്നത്ത് ജമാഅത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ബായാറ് സ്വലാത്തിലും മൂന്നാക്കൽ സ്വലാത്തിലും നേരത്തെ പറഞ്ഞ മജ്ലിസുകളിലും നമ്മുടെ മജ്ലിസുകളിലുമൊക്കെ ശക്തമായി പറഞ്ഞതുകൊണ്ട് അതുപോലെ ഹറാമ് നോക്കിയവർ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഹറാമായ ബന്ധങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ട്. പരിഷ്കാരികളായിട്ട് മുസ്ലിം പെണ്ണുങ്ങൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്തിട്ട് ഈമാനില്ലാത്ത പണി നടത്തുന്ന വളരെ മോശമായ പ്രവർത്തനം നടത്തുന്നതിനെതിരെ ആഞ്ഞടിച്ച് ശബ്ദിച്ചതുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് പെണ്ണുങ്ങൾ പ്ലക്ക് ചെയ്യുന്ന ബ്യൂട്ടി പാർലറുമായിട്ട് ബന്ധപ്പെടുന്ന പ്രവർത്തനം നിർത്തിയതെന്നോട് സഹോദരന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള
ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് ആ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് ഇനിയും ആവർത്തിക്കുന്നത് നിശ്ചയം ഉപദേശം അത് ഈമാനുള്ളവർക്ക് വലിയ ഫലവത്താണെന്ന് ഖുർആൻ പറയുന്നു. മാത്രമല്ല ബായാറ് സ്വലാത്ത് നടത്തുന്നത്, മറ്റ് നമ്മുടെ സദസ്സുകൾ നടത്തുന്നത് സാധുവായ ഞാൻ ഒരു ഭൗതിക കാര്യലാഭ നേട്ടവും ഇതുവരെ ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയും ഉദ്ദേശമില്ല. ദുനിയാവിന്റെ പിറകിൽ അങ്ങനെ പോയിട്ടില്ല, അങ്ങനെ ദുനിയാവിനൊരു വില നൽകിയിട്ടില്ല. അതേസമയം പറയുന്നു അല്ലാഹുവിന്റെ ദീനീ ദഅവത്തിന്റെ രംഗം ഇത്രയും മജ്‌ലിസുകൾ സംഘടിപ്പിച്ച് ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി സ്വലാത്ത് ചൊല്ലിപ്പിക്കുന്നത് അതാ സാധുവായ എന്റെയും ജനങ്ങളുടെ വിശ്വാസികളുടെയും സലാമത്ത് ഉദ്ദേശിച്ചാണ്, ആഫിയത്ത് ഉദ്ദേശിച്ചാണ്, ദുനിയാവിലെ ആഖിറത്തിലെ സലാമത്താണ്, ഹബീബുമായിട്ടുള്ള വലിയ ബന്ധമാണ്. ആ തങ്ങളെ മുഹബ്ബീങ്ങളെ വാർത്തെടുക്കണം, തങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആയിരങ്ങൾ ഇവിടെ വർദ്ധിച്ചു വരണം എന്ന നിയ്യത്തല്ലാതെ അതിനൊക്കെ പുറമേ അവസാനം ഒരു അമലുമില്ലാത്ത ഞാനാണെങ്കിലും സക്കറാത്തിന്റെ സമയം അതാ എല്ലാ ഇമാമിയങ്ങളും പതറിയ സമയമില്ലേ? മഹാന്മാരൊക്കെ മരണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് കിടന്നിട്ട് ഉറങ്ങിയില്ല, അവർക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയില്ല, രുചി അറിഞ്ഞില്ല, കുടുംബജീവിതത്തിലെ സന്തോഷം കിട്ടിയില്ല. ആ മഹാന്മാരൊക്കെ പേടിച്ച സക്കറാത്തിന്റെ സമയം ഇത്രയും ആയിരങ്ങൾ ചൊല്ലിയ സ്വലാത്ത്, മറ്റ് അമലുകളൊക്കെ പകരം എഴുപത്ത് പറഞ്ഞവൻ്റെത് പറയപ്പെട്ടവന് പകരം കൊടുക്കെങ്കിലും സ്വലാത്ത് പകരം കൊടുക്കാത്ത അമലല്ലേ, നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന അമലല്ലേ, റിയാഇന് വേണ്ടി ചൊല്ലിയാൽ പോലും അല്ലാഹു ഹായിബാക്കാത്ത വലിയ ശറഫുള്ള ഒന്നല്ലേ അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലി തങ്ങളെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ 10 ഹസനാത്ത്, അങ്ങനെ എത്ര ഹസനാത്താണ്, ലക്ഷങ്ങൾ കോടികൾ. ആ ഹസനാത്ത് ചൊല്ലിയ ആളുകൾ കൊട്ടും കുറക്കാതെ ചൊല്ലാൻ കാരണക്കാരനായ സാധുവായ എനിക്കും റബ്ബിന്റെ ഫضل കൊണ്ട് ഹബീബിന്റെ മഹത്വം കൊണ്ട് കിട്ടിയാൽ സാധുവായ എന്റെ ശ്വാസമടങ്ങുന്ന സമയം, വുളൂഇലുള്ള സമയം, സകറാത്തിന്റെ സമയം തങ്ങളെ കാണുമ്പോ ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് കലിമ ചൊല്ലി മരിക്കാനുള്ള ഉദ്ദേശമല്ലാതെ തങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടണമെന്ന നിയ്യത്തല്ലാതെ ബായാറ് സ്വലാത്തിലും മറ്റു ഒരു സ്വലാത്തിലും നാം ഭൗതികമായ സ്വന്തം കാര്യലാഭ നേട്ടം ഉദ്ദേശിച്ചിട്ടില്ല, ഇനിയും ഉദ്ദേശമില്ല. ഒരേ ഒരു നിയ്യത്ത് എന്താണ്? അത് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യമനിലേക്ക് ഇസ്ലാമിന്റെ ദഅവത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടാൻ വേണ്ടി പറഞ്ഞ അവിടുത്തെ പ്രിയ ശിഷ്യരും കൂടിയായ മുആദ് തങ്ങളില്ലയോ? ആ മുആദ് തങ്ങളോട് പറയുന്നു, മോനെ മുആദ്, യമനിൽ പോയിട്ട് ദീനീ ദഅവത്ത് നടത്തണം. അല്ലാഹുവിന്റെ റസൂലിനെ വിട്ടുപിരിയുന്ന ആ ചിന്ത അങ്ങ് മുആദ് തങ്ങളുടെ ഖൽബിൽ വന്നപ്പോൾ കരഞ്ഞുപോയി. കാരണം ഹബീബിനെ കണ്ടാൽ ക്ഷീണമില്ല, തളർച്ചയില്ല, വിശപ്പില്ല, ദാഹമില്ല. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത് കഅന്നശംസ തദൂറു ഫീ വജ്ഹിഹി, മുഖം കാണുമ്പോൾ സൂര്യൻ കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടെന്ന് അസ്ഹാബ് പ്രശംസിച്ച വജ്ഹിന്റെ ഉടമ അജ്മലുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിട്ടു പിരിയുന്ന വേർപാടിന്റെ ദുഃഖം മനസ്സിൽ നിന്ന് ഗുരുവര്യരും കൂടിയായ ശിഷ്യന്റെ ഖൽബ് വായിച്ചു. റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ എന്നിട്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, യാ മുആദ്, മോനെ മുആദ്, വിഷമിക്കണ്ട, വേദനിക്കണ്ട. ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ. ഈ ദുനിയാവും ദുനിയാവിലുള്ള സർവ്വസത്തെക്കാളും നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ.
ഏതാണത് കാര്യം? നിങ്ങളുടെ ഭാവം കാരണം, നിങ്ങളുടെ വാക്ക് കാരണം, നിങ്ങളുടെ പ്രവർത്തനം കാരണം, നിങ്ങളുടെ പ്രബോധനം കാരണം ഒരാളെങ്കിലും സത്യമതമാകുന്ന ഇസ്ലാം പുൽകിയാൽ, നന്മയിലേക്ക് കടന്നു വന്നാൽ, സന്മാർഗം പുൽകിയാൽ, ദുനിയാവിലെ സർവ്വസത്തെക്കാളും ഏറ്റവും മഹത്തരം അതാണെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ നിയ്യത്തിൽ തന്നെയാണ് നമ്മുടെ മജ്‌ലിസുകൾ നടക്കുന്നത്. അഹ്ലു സുന്നയുടെ ഉലമാ സ്ഥാപനങ്ങളും മറ്റ് വിഷയങ്ങളൊക്കെ നടത്തുന്നത്. ഞാൻ ചുരുക്കി പറയുന്നു, അതുകൊണ്ട് എത്ര തെറ്റ് ചെയ്ത ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിലും മുസ്ലിമീങ്ങളെ വിഷമിക്കണ്ട. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന്റെ ദോഷം പൊറുക്കാൻ വേണ്ടി ഹബീബിന് സമ്മാനിച്ച വിശുദ്ധ മാസമാണ് റമളാൻ. ആ റമളാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ 10-ലെ അതേ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റിയ 23-ാമത്തെ പാതിരാത്രി ഒന്ന് റബ്ബിനെ കൊള്ള കൽബ് തിരിക്കൂ. നിഷ്കളങ്കമായ കൽബോടെ അല്ലാഹ് നീ എനിക്ക് എത്രയോ നിഅമത്തുകൾ ചെയ്തിട്ട് എന്തെല്ലാം തെറ്റുകളാണ് ഞാൻ നിന്നോട് അനീതിയായി ന്യായക്കേട് ചെയ്തത്, എന്തെല്ലാം തെറ്റുകൾ ഞാൻ ഓർത്തുപോകുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ, സാധുവായ ഞാൻ നാട്ടിലുള്ള ദിവസം നോമ്പ് കാലത്തും ഉണ്ടായിരുന്നു. രാവിലെ തൊട്ട് രാത്രി വരെ ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ ആയിട്ട് വരും. ഒരു കേനയും പിടിച്ച് ആ വരുന്ന ആളുകൾ ഇങ്ങോട്ടൊന്നും പറയൂല, അങ്ങോട്ടൊന്നും ചോദിക്കൂല, കാരണം അതിന് സമയം ഉണ്ടാകൂല. ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഒരു തിബുൽ ഖുലൂബ് സ്വലാത്ത് ചൊല്ലാൻ ടൈം ഉണ്ടാകൂല. അപ്പൊ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഊത്തൂതി മന്ത്രിച്ചു വിടും. ആ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ റമദാനിൽ, കഴിഞ്ഞ ആഴ്ചയിൽ കൊണ്ടുവരുന്നു ഒരു ചെറുപ്പക്കാരൻ ഒരു ചെറിയ കുട്ടിയെയും ഇങ്ങനെ ചുമന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ആ വരികൾക്കിടയിൽ നിന്ന് കരഞ്ഞ് അദ്ദേഹത്തിന്റെ കണ്ണുനീരിങ്ങനെ കുഞ്ഞിന്റെ കാല് പിടിച്ച ഭാഗം കൊണ്ട് കൈകൊണ്ട് ഷർട്ട് കൊണ്ട് ഇങ്ങനെ തുടക്കുന്നു. അത് ശ്രദ്ധയിൽപ്പെട്ട ആ ചെറുപ്പക്കാരനെ മറ്റുള്ള ആളുകളോട് കൈകൊണ്ട് ഇങ്ങനെ ഇഷാറത്താക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു. അദ്ദേഹം മുമ്പിൽ വന്നു. ഞാൻ ചോദിച്ചു എന്തേ വിഷയം? അദ്ദേഹം കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു നോമ്പ് കാലമല്ലേ, ഇത്രയും ആളുകൾ ഒഴിവാകണ്ടേ, ദൂര സ്ഥലത്തുനിന്ന് വന്ന ആളുകളാണ്, നിങ്ങൾ കരയാതെ വിഷയം പറയൂ. അദ്ദേഹം തേങ്ങി കരഞ്ഞു പറയുന്നു, തങ്ങളെ എന്റെ ഈ പൊന്നുമോള് നല്ല ചുറുചുറുക്കുള്ള 5 വയസ്സുള്ള പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് വയറ്റിലൊരു മുഴ വന്നതാണ്, ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയിട്ട് എല്ലാ ഡോക്ടർമാരെയും വിദഗ്ധന്മാരെ ഹോസ്പിറ്റലുകളിലൊക്കെ സമീപിച്ചു, ചെക്കപ്പ് നടത്തി, മരുന്ന് കൊടുത്തു. പക്ഷേ മെഡിസിൻ ഫലിച്ചില്ല. ശരീരം മുഴുവനും ആ രോഗം ബാധിച്ചിട്ട് അവസാനം തലയിൽ വലിയ മുഴകൾ വന്ന് തിരുവനന്തപുരം RCCയിൽ കൊണ്ടുപോയി. RCCയിൽ നിന്ന് പറഞ്ഞു ഇതിന് മെഡിസിൻ ഇല്ല, മരുന്നില്ലെന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോ എന്ന നിലക്ക് കൈയൊഴിഞ്ഞ കുട്ടി. ആ കുട്ടിയുടെ അവസ്ഥ ആ പിതാവ് ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ മകൾ വേദന കൊണ്ടതാ പൊളയുന്ന സമയം കിടന്ന കിളപ്പിൽ കട്ടിലിൽ തല അടിച്ചിട്ടതാ എന്റെ മകൾ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു. ഞങ്ങൾക്കത് കാണാൻ കഴിയുന്നില്ല, രാപ്പകൽ അവസ്ഥയാണ്. ഇപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയം വാഹനത്തിൽ വെച്ച് പെടുന്ന വേദന വന്നപ്പോൾ എന്റെ മടിയിലും വാഹനത്തിലുമൊക്കെ അങ്ങിമിങ്ങും തല അടിച്ച് ശരീരം അപ്പുറം ആക്കി അനങ്ങാൻ വയ്യാത്ത അനാരോഗ്യമുള്ള കുട്ടി അതാ ക്ഷീണിച്ച് തളർന്ന് അവശയായി മയങ്ങിപ്പോയതാണ്. ഇതങ്ങ് കേട്ടപ്പോൾ ഞാൻ പരിസരം മറന്ന്, ആളുകളെ അതാ മറന്നുകൊണ്ട് ഉറക്കെ ഞാൻ വിളിച്ചു, യാ റസൂലല്ലാഹ്. എന്റെ ഈ വിളിയുടെ സൗണ്ട് കൊണ്ടാകാം ഈ കുട്ടിയൊന്ന് കണ്ണു തുറന്നു. മയങ്ങുന്ന കുട്ടിയൊന്ന് ഞെട്ടിയിട്ട് കണ്ണു തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കുഞ്ഞിന്റെ 2 കണ്ണിലൂടെയും കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അർഹമുർ റഹീമായ റബ്ബേ, ഈ പരിശുദ്ധ മജ്‌ലിസിന്റെ ശറഫ് കൊണ്ട്, അസ്ഹാബുൽ ബദറിന്റെ ജാഹ് കൊണ്ട്, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് ആ കുഞ്ഞുൾപ്പെടെ ആര് രോഗികളായി ഞങ്ങളെ സമീപിച്ചിട്ടുണ്ടോ, ഞങ്ങളിൽ രോഗികളുണ്ടോ, നീ കാമിലായ ശിഫ നൽകണമല്ലോ.
പൂർണ്ണമായ സുഖം നൽകണം റഹ്മാനെ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. ഓ മുസ്ലിമീങ്ങളെ, ഒരു മാരക രോഗം തൽക്കാലം ഒരു രോഗം അല്ലാഹ് നമുക്ക് നൽകി പരീക്ഷണമാക്കി. മെഡിസിൻ കൊണ്ട് പലതാ താൽക്കാലിക മരുന്നുകൊണ്ട് അത് സുഖപ്പെടാതെ വിദഗ്ധമായ ചെക്കപ്പിൽ മാരകമായ ക്യാൻസർ ആണെന്ന റിപ്പോർട്ട് കിട്ടിയാൽ, രോഗമാണെന്നറിഞ്ഞാൽ പിന്നെ വ്യഭിചാരത്തിന്റെ ചിന്തയുണ്ടോ? പിന്നെ ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയോ? സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ സാദാത്തുക്കളെ താറടിക്കാൻ വേണ്ടി സ്റ്റേജ് കെട്ടിയിട്ട് ആളുകളെ വിളിച്ചു വരുത്തുവോ? ആലിമീങ്ങളെ ചീത്ത പറയുന്ന ആളുകളെത്ര, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്ന ആളുകളെത്ര, വഫാത്തായി പോയി മഖ്ബറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ വലിയ സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ഔലിയാക്കളെയും ഒക്കെ പുച്ഛമായിട്ട് പറയുന്ന പ്രഭാഷകരെത്ര. മഅദല്ലാഹ്, ഇത് ആഖിർ സമാനാണ് കേട്ടോ. കാരണം ഇമാമിങ്ങൾ മുഴുവനും വലിയ വലിയ ത്യാഗങ്ങൾ സഹിച്ചവരാണ്, കള്ളപ്രചാരണങ്ങൾ കേട്ടവരാണ്. അതാ ആരോപണങ്ങളും ദുഷ്പ്രചരണങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം വളരെയധികം പ്രയാസത്തോടെ കേട്ട ഒന്നാമത്തെ നേതാവ് വെള്ളം മുടക്കി ജനങ്ങള്, ശത്രുക്കൾ അന്നം മുടക്കി ജനങ്ങള് നാടുകടത്തി കൊല ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത്രത്തോളം പ്രയാസപ്പെടുത്തി മനസ്സ് പൊട്ടിയിട്ട് കരഞ്ഞ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളെ കൂടെയും തങ്ങളെ ആളായിട്ട് തങ്ങളെ കൂടെ നടന്നിട്ട് അതാ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന് പറയുന്ന വ്യക്തി അതാ തങ്ങളെ മുമ്പിൽ തങ്ങളാള് അപ്പുറത്ത് പോയിട്ട് തങ്ങളെ കുറവാക്കി കുറ്റവും കുറവും പറയുന്നു. തങ്ങളുടെ പത്നിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പോലും ഖദ്ഫ് പറഞ്ഞ അവസ്ഥയിൽ മുനാഫിഖീങ്ങൾ അതാ മക്കത്ത് മരണപ്പെട്ട ആളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അതാ വിശദീകരണം നൽകുന്നു. അതേ സമയം തങ്ങളുടെ അതാ യുദ്ധം കഴിഞ്ഞ് വരുന്ന വഴിയിൽ ശക്തമായ കാറ്റും മഴയും കാരണം സ്വന്തം ഒട്ടകങ്ങളൊക്കെ സ്വഹാബത്തിന്റെ അപ്പുറവും ഇപ്പുറവും ആയപ്പോ ഹബീബായ തങ്ങളുടെ ഒട്ടകത്തിനെയും കാണാനില്ല. അപ്പൊ ശിഷ്യന്മാരോട് സ്വഹാബത്തിനോട് പറഞ്ഞു, കാണാതായ എന്റെ ഒട്ടകം എവിടെ ഉണ്ടെന്ന് ചെന്ന് നോക്കൂ. ഇത് കേട്ട അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു, കണ്ടില്ലേ അവിടെ മരണപ്പെട്ട ആളെ മുഹമ്മദ് പറഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ഒട്ടകം എവിടെയാണുള്ളതെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അങ്ങനെ സ്വഹാബികൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കിയിട്ട് മുനാഫിഖായ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ വിഷയത്തിൽ അല്ലാഹ് പറഞ്ഞു വിടുന്നു. മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നിട്ട് ആയത്ത് അതാ ഇറക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുനാഫിഖീങ്ങൾ പള്ളിയുണ്ടാക്കിയിട്ട് ആ പള്ളിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി തങ്ങളെ ക്ഷണിച്ചു. അപ്പൊ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ച് അല്ലാഹുവിന്റെ ഓർഡർ വരുന്നു, നബിയേ തങ്ങൾ ഒരിക്കലും ആ പള്ളി ഉദ്ഘാടനത്തിന് പോകരുത്. അത് മുനാഫിഖീങ്ങളുടെ കപടന്മാരുടെ പള്ളിയാണ്. തങ്ങൾ തഖ്വയുടെ പള്ളിയിലല്ലാതെ തങ്ങൾ പോകണ്ട എന്ന് പറഞ്ഞ് തങ്ങൾ അതിൽ പോയാൽ തങ്ങളെ വെച്ച് അവര് മുതലെടുക്കും എന്ന നിലക്ക് പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിച്ച എത്രയോ വിഷയങ്ങളില്ലേ. പൂർവകാലത്ത് കഴിഞ്ഞു പോയ ഇമാമിങ്ങൾ മുഴുവനും കേട്ട ആരോപണങ്ങൾ എത്ര, തെറ്റിദ്ധാരണകൾ എത്ര, കള്ളപ്രചാരങ്ങൾ എത്ര, ദുഷ്പ്രചാരങ്ങൾ എത്ര, പലതും ഹബീബിനെ സംബന്ധിച്ച് ഇമാമിങ്ങളെ സംബന്ധിച്ച് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ പറ്റി, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ പറ്റി, അഹ്മദുൽ ബദവി തങ്ങളെ പറ്റി, ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിനെ പറ്റി, അങ്ങനെ വലിയ വലിയ ഔലിയാക്കൾ എത്രത്തോളം ചിന്തിച്ചു. അല്ലാഹ് ഈ ഭൂമി എനിക്ക് കുടുസായി പോയ റബ്ബേ എന്ന് പോലും ചിന്തിക്കുന്ന അവസ്ഥയിൽ പലതും ആലിമീങ്ങളെ ഇമാമീങ്ങളെ സംബന്ധിച്ച് ആ നാട്ടുകാർ ആ കാലഘട്ടത്ത് പറഞ്ഞു പരത്തി
പരത്തിയിട്ടുണ്ട്. അത് ദീനീ സേവന രംഗത്ത് സജീവമാകുമ്പോൾ അതേ ദീനിൽ ക്ഷമിച്ചു നിൽക്കുന്ന ആളുകൾക്ക് തീ കഷ്ണം മുറുക്കി പിടിച്ച് തീ കട്ട മുറുക്കി പിടിച്ച് നിൽക്കുന്ന അതാ പ്രയാസമുണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറയാൻ, തങ്ങന്മാരെ നിസാരപ്പെടുത്താൻ ആര് സ്റ്റേജ് കെട്ടിയാലും ആരങ്ങനെ പ്രഭാഷണം നടത്തിയാലും അത്തരക്കാരെ അല്ലാഹു പൊറുക്കൂല. അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ പറ്റില്ല. അവരെ ആഖിബത്ത് കണ്ടറിയണം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ പറയുന്നു, മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ പറയുന്നു, മുസ്ലിം കാരണവന്മാരെ ഞാൻ പറയുന്നു, അല്ലാഹുവിന്റെ ദീനിന്റെ ഉലമാ അവര് ദീനിന്റെ നെടുംതൂണുകളാണ്. അവർ അമ്പിയാക്കളുടെ അനന്തരക്കാരാണ്. അമ്പിയാക്കൾ ഇവിടെ സമ്പാദിച്ചത് ദീനാറും ദിർഹമും അല്ല, വലാകിൻ വറസുൽ ഇൽമ. അവർ അനന്തരപ്പെടുത്തിയത് അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമാണ്. ആ ദീനിന്റെ ആലിമീങ്ങളെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാ സെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം ചെറുപ്പക്കാരെ മെമ്പർ ആകണ്ട. പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളുടെ സാദാത്തുക്കളുടെ നേതൃത്വത്തിലായി എവിടെയെല്ലാം ഇത്തരം മജ്ലിസുകൾ നടക്കുന്നു, സ്വലാത്തിന്റെ ദിക്റിന്റെ സദസ്സുകൾ നടക്കുന്നു, അവിടെ നിങ്ങൾ പാർട്ടി നോക്കണ്ട. കാരണം നമ്മുടെ നേതാവ്, ഒരേ ഒരു നേതാവ്, അന സയ്യിദു ഉൽദി ആദം വ ആദം വ മൻ ദൂനഹു തഹ്ത ലിവാഇ അന അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ വ അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന. ആദം നബി മുതൽക്കുള്ള എല്ലാ അമ്പിയാക്കളുടെയും നേതൃസ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയാണ് ഞാനെന്ന്. അതേ, ആദ്യമായിട്ട് ശുപാർശ പറയുന്നത് ഞാനാണ്, ആദ്യമായിട്ട് ശുപാർശ സ്വീകരിക്കപ്പെടുന്നത് എനിക്കാണ്. എന്റെ പവിത്രങ്ങളായ കരങ്ങളെ കൊണ്ടാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നതെന്ന് അല്ലാഹുവിന്റെ നിഅമത്ത് എടുത്തു പറയാൻ അല്ലാഹു തൗഫീഖ് നൽകിയ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധം നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദിക്റാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ഞാനും അതേ ഖിയാമത്ത് നാളിന്റെ ദിവസം ഏറ്റവും കൂടുതൽ എനിക്ക് പരിചയമുള്ള, എനിക്ക് സ്നേഹമുള്ള ആളുകൾ ആരാണ്? എന്റെ പേരിൽ സ്വലാത്ത് അധികരിപ്പിച്ചവരാരാണ്? അതുകൊണ്ട് സ്വലാത്ത് ധാരാളം ചൊല്ലണം, സ്വലാത്തിന്റെ സദസ്സുകളെ ബഹുമാനിക്കണം, അതിന് നേതൃത്വം നൽകുന്ന ആളുകളെ സ്നേഹിച്ച് അത്തരം മജ്ലിസുകളിൽ എത്തി. അത് നമ്മുടെ ദുനിയാവിന്റെ ആഖിറത്തിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മജ്ലിസാണ്. നിങ്ങൾ കണ്ടില്ലേ, ബായാറ് സ്വലാത്തിൽ വന്ന് ആയിരങ്ങളുടെ ബ്ലഡ് ക്യാൻസർ മാറിയിട്ടില്ലേ, ബ്രെയിൻ ട്യൂമർ മാറിയിട്ടില്ലേ, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കിട്ടിയിട്ടില്ലേ, സംസാരിക്കാത്തവർ സംസാരിച്ചിട്ടില്ലേ, നടക്കാത്തവർ നടന്നിട്ടില്ലേ. ഞാൻ വ്യാഴാഴ്ച ഞാൻ വീട്ടിൽ നിന്ന് മൂന്നാക്കൽ സ്വലാത്തിന് ഇറങ്ങുമ്പോ മലപ്പുറം ജില്ലയിലെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു മാഷ് അദ്ദേഹം വന്നിട്ട് പറയുന്നു, തങ്ങൾ ബാബാ, ഈ കുട്ടി നടക്കാത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ ഇതാ സ്വലാത്ത് ചൊല്ലി മന്ത്രിച്ച വെള്ളം കുടിച്ച് അവിടുത്തെ സ്വലാത്തിൽ കൂടിയിട്ട് കുട്ടി ഇപ്പോൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ കുട്ടിയെ മന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെന്ന് ആ മാഷനോട് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങുന്ന സമയം അങ്ങനെ എത്ര ആളാണ് കിഡ്നി തകർന്നു, അതാ മാറ്റിവെക്കാൻ പറഞ്ഞു. സ്വലാത്തിൽ സംബന്ധിച്ചു, ഹബീബിന്റെ സ്വലാത്ത് ചൊല്ലി വെള്ളം മന്ത്രിച്ചത് കുടിച്ചു. പാപ റസൂലുള്ളാഹിന്റെ ശറഫ് കൊണ്ട് അല്ലാഹ് അതാ ഓപ്പറേഷൻ ഇല്ലാതെ രോഗം സുഖപ്പെടുത്തിയിട്ടില്ലേ, കിഡ്നിയുടെ തകരാറ് മാറിയിട്ടില്ലേ. ആയിരങ്ങൾക്ക് അല്ലാഹു മക്കളുണ്ടാകൂല എന്ന് വിധിയെഴുതി ചികിത്സകളിൽ നിരാശപ്പെട്ട ദമ്പതികൾക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് അല്ലാഹ് മക്കളെ കൊടുത്തു. അത് ബായാറ് സ്വലാത്തിന്റെ പ്രത്യേകതയല്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും നമ്മൾ നടത്തുന്ന സ്വലാത്തിന്റെ പ്രത്യേകതയല്ല. ലോകത്ത് എവിടെയെല്ലാം സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാഇന്റെ സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ എവിടെയെല്ലാം മജ്ലിസുകൾ നടക്കുന്നോ അവിടെയെല്ലാം റസൂലുള്ളാഹിന്റെ പവർ കൊണ്ട് സലാമത്തുണ്ട്, ആഫിയത്തുണ്ട്. ഈമാനുള്ളവർക്ക് അതിൽ ഇഷ്കാൽ വേണ്ട. ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വ ഹമ്മുൽ ആഖിറ.
ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്ന പരിഹാരങ്ങൾക്കും സ്വലാത്ത് മതി എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്വലാത്ത് ഖൽബിൽ ഉൾക്കൊള്ളുകൊണ്ട് റബ്ബേ ഈ പരിശുദ്ധ റമദാനിലെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന 23-ാം രാത്രി പാതിരാ സമയം ഇവിടെ ബായാർ സ്വലാത്തിനെത്തിയ പ്രിയപ്പെട്ട ജനങ്ങളുണ്ടോ? ഞങ്ങളൊക്കെ റസൂലുള്ളാഹിനെ കൊണ്ട് നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ ഇൽമില്ലാത്ത ആളുകളാണ്, ഈമാനും അമലും തഖ്വയും വറഉം കുറഞ്ഞവരാണ്. പക്ഷേ നീ കമാലിയത്ത് നൽകിയ അക്മലുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് ആ തങ്ങളെ കൊണ്ട് പരിഹരിക്കാത്ത വിഷയങ്ങളില്ല, സുഖപ്പെടാത്ത രോഗങ്ങളില്ല, തീരാത്ത ദുഃഖങ്ങളില്ല. ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നത്തിനും പരിഹാരം ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നിലക്ക് ഞാൻ എൻ്റെ സഹോദര സഹോദരിമാരോട് പറയുന്നു, ഹബീബിനെ കൽബിൽ നിറക്കൂ. തങ്ങൾ കൽബിൽ നിറച്ച് അവിടെ തൊന്ന് യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി, തങ്ങൾ എന്നെ പിടിക്കണം, ഞാനെല്ലൊന്നുമില്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ തങ്ങൾ കൈവിടൂല. പരിശുദ്ധ റമദാനിലെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കാൻ വേണ്ടി ഈ ഉമ്മത്തിന് അല്ലാഹ് സമ്മാനിച്ച റമദാൻ, ഖൈറാത്തുകൾ വാരിക്കൂട്ടി ആഖിറം സമ്പാദിക്കാൻ വേണ്ടി ഇരട്ടി 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 ഒരു ചെറിയ സൽക്കർമ്മത്തിനും വലിയ കൂലി നൽകുന്ന റമദാനിൽ തെറ്റ് ചെയ്ത മുഴുവനും ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കൂ. ശഹ്റു തൗബത്തി വന്നദം യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് വിശ്വാസികളെ ഖൽബ് തിരിച്ചാൽ, നിഷ്കളങ്കമായ തൗബ ചെയ്താൽ, മറ്റൊരു സ്ഥലത്ത് റബ്ബിന്റെ പരാമർശം ഇന്നഹു കാന ഗഫാറാ, അവൻ ധാരാളം ദോഷങ്ങൾ പൊറുക്കുന്ന റബ്ബാണ്. റബ്ബ് നമ്മളെ ഖൈബാക്കൂല. അല്ലാഹു നമ്മൾക്ക് ഈ റമദാനിലെ ഈ മജ്ലിസ് കൊണ്ട് ഇതുവരെ സംഭവിച്ച എത്ര വലിയ തെറ്റാണെങ്കിലും കുറ്റമാണെങ്കിലും റബ്ബ് നമുക്ക് മാപ്പാക്കി തരണം. അതിന് ഖൽബിൽ അങ്ങേ അറ്റത്തെ ഖേദം വേണം. അത്തൗബത്തു അന്നദം, മനസ്സ് ഖേദിക്കുക, മനസ്സ് വേദനിക്കുക. റബ്ബേ, സ്വന്തമായി അറിഞ്ഞും അറിയാതെയും പൈശാചിക പ്രേരണയിലും അകപ്പെട്ട് ചെയ്തതാണ്. മനസ്സ് വേദനിച്ചുകൊണ്ട് ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല അല്ലാഹ് എന്ന് ഖൽബിൽ അസ്മ ചെയ്യണേ മുസ്ലിം ചെറുപ്പക്കാരെ, സഹോദര സഹോദരിമാരെ. എന്നിട്ട് തെറ്റുകളിൽ നിന്ന് വഴിമാറിയിട്ട് ഹക്കടപാട് പൊരുത്തപ്പെടിച്ച്, സാമ്പത്തികം കൊടുത്തു വീട്ടി പൊരുത്തപ്പെടിച്ച് അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ചാൽ, ദോഷത്തെ തൊട്ട് പശ്ചാത്തപിച്ച വ്യക്തി പ്രസവിച്ച കുട്ടിയെ പോലെയാണ്, തെറ്റില്ലാത്ത ആളാണ്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വാക്ക് ചുരുക്കുന്നു, അവസാനമായിട്ട് പറയുന്നു. അതുകൊണ്ട് ഇവിടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഖൽബിൽ ചിന്തിക്കുക, ജീവിതത്തിൽ ചെയ്ത തെറ്റുകുറ്റങ്ങളൊക്കെ ഓർമ്മിച്ചു അല്ലാഹ് മാപ്പാക്കണമെന്ന നിലക്ക് ഇസ്തിഗ്ഫാർ പറയുക. ശേഷം ഇവിടെ ദുആ നടക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു. ഇന്ന് എത്ര ക്ഷീണിച്ചാലും ഈ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയാകാൻ പ്രതീക്ഷയുള്ള ഇന്നെങ്ങാനും ലൈലത്തുൽ ഖദ്റായി റബ്ബ് ഈ മജ്ലിസ് പാപികളായ നമ്മിൽ നിന്ന് കബൂലാക്കിയാൽ നാം രക്ഷപ്പെട്ടില്ലേ? റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഇതിനു പകരം ഉപ്പാപ്പ റസൂലുള്ളാഹിന്റെ കൂടെ ഞങ്ങൾക്ക് സ്വർഗം നൽകണം റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണം റഹ്മാനെ. സകല അഅദായികളെ ശർറിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, നമ്മുടെ തറാവീഹ് നിസ്കാരങ്ങളെ, ഇബാദത്തുകളെ പോലും കളങ്കപ്പെടുത്തി റമദാനിലെ സ്പെഷ്യൽ നിസ്കാരമാകുന്ന 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം ഹബീബ് നിർവഹിച്ചു. സ്വഹാബത്തിനെ കൂട്ടി നിസ്കരിച്ചു. സ്വഹാബത്തിന്റെ ആവേശം കണ്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഭയന്നുപോയി, എന്റെ ഉമ്മത്തിന് 20 റക്അത്ത് തറാവീഹ് ഫർളാക്കപ്പെടുമോ?
സ്വഹാബത്തിന്റെ ആവേശം കാരണമെന്ന് ഭയന്ന് സ്വഹാബത്ത് അത് നിലനിർത്തി. അങ്ങനെ ചെയ്ത് കാണിച്ച് പ്രവർത്തിച്ച് നാളിതുവരെ റമദാനിൽ 20 റക്അത്ത് തറാവീഹ് എന്ന് ഇമാമിയങ്ങൾ അതാ നമുക്ക് പഠിപ്പിച്ച് നമ്മുടെ പൂർവികരായ മഹാന്മാർ നമുക്ക് കൈമാറിയ വിഷയത്തിനെ തറാവീഹ് എന്ന് പറഞ്ഞൊരു നിസ്കാരമില്ല. അത് റമദാൻ അല്ലാത്ത മറ്റു മാസങ്ങളിൽ നിർവഹിക്കപ്പെടുന്ന വിത്ർ റമദാനിൽ തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണെന്ന് വാദവുമായിട്ട് അതിന് ചില ഹദീസുകൾ അറിവില്ലായ്മ കൊണ്ട് തെളിവ് പിടിക്കുന്ന നമ്മുടെ ഇന്ത്യ രാജ്യത്ത് സക്കാത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച് സക്കാത്ത് ജനങ്ങളിൽ നിന്ന് പിരിച്ചുകൂട്ടിയിട്ട് അത് വിതരണം നടത്തിയിട്ട് സക്കാത്തിനെ പോലും അതാ തകർത്ത് കളയുന്ന 30 മാസത്തെ 30 ദിവസത്തെ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ സന്തോഷ ദിവസമാകുന്ന ഈദുൽ ഫിത്തറിലെ വളരെ ഈദുൽ ഫിത്തറിലെ വളരെ പുണ്യമായ നിസ്കാരം, പെരുന്നാൾ, ചെറിയ പെരുന്നാൾ സുന്നത്ത് നിസ്കാരം, വിശാലമായ പള്ളി നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോൾ ആ പള്ളികളൊക്കെ കാലിയാക്കിയിട്ട് ഈദ്ഗാഹ് എന്ന പേരിൽ മൈതാനി, നായ വിസർജിക്കുന്ന, കാളമൂത്രൊഴിക്കുന്ന, പശു കാഷ്ടിക്കുന്ന അങ്ങാടിയിലെ സ്ഥലങ്ങൾ ഇത് ഈദ്ഗാഹാണെന്ന് പറഞ്ഞ് വളച്ചു കെട്ടിയിട്ട് ആണിനെയും പെണ്ണിനെയും ഒന്നിച്ച് തഥാ നിസ്കരിപ്പിച്ച് അത് പത്രത്തിൽ കൊടുത്ത് ഫോട്ടോ എടുത്ത് അങ്ങനെ നമ്മുടെ ആഖിറം തകർക്കുന്ന ആളുകൾ. ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണ്, ഞങ്ങൾ മുജാഹിദാണ്, ഞങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയാണ്, ഞങ്ങൾ തബ്ലീഗ് ജമാഅത്താണ്, ഞങ്ങൾ സലഫിയാണ്. ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി പറഞ്ഞു, മക്കളെ ഫയ്യാകും അത്തരക്കാരെ കണ്ടാൽ നിങ്ങളെ സൂക്ഷിക്കണേ, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം, ലാ യുളില്ലൂനക്കും നിങ്ങൾ വഴികേട് തിരത്തിലകപ്പെടണ്ട, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങാതെ പരിശുദ്ധ ഇസ്ലാം മാ അന അലൈഹി വസ്ഹാബി ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ് അത് അയിമ്മത്തിലൂടെ കൈമാറി പരമ്പരയായി ഔലിയായിലൂടെ ആരിഫീങ്ങളിലൂടെ മുത്തഖീങ്ങളായ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ ദീൻ അത് സുന്നി പ്രസ്ഥാനമാണ്, അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബിന്റെ മഹത്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റബ്ബേ ഈ രാത്രി കബൂലാക്കി നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളെ ഉലമാഇനെ സാദാത്തുക്കളൊക്കെ നിന്റെ പ്രത്യേകമായ ഞങ്ങളൊക്കെ നിന്റെ പ്രത്യേകമായ ഹിഫ്ള് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ സ്ഥാപനങ്ങളെ സംഘടനകളെ ഉലമാഇ സാദാത്തുക്കളൊക്കെ നീ വലിയ നിലക്ക് വളർത്തിത്തരണം റഹ്മാനെ. അഅദായികളെ ശർറിൽ നിന്നും കള്ളക്കേസിൽ നിന്നും അതുപോലെ ശത്രുക്കളെ ശർറിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സമയം വളരെ വൈകി, കുറച്ച് ഇസ്തിഗ്ഫാർ പറഞ്ഞു. ഇസ്തിഗ്ഫാർ പറയുമ്പോൾ തൗബയുടെ ഞാൻ പറഞ്ഞ തൗബയുടെ നിയ്യത്തോട് കൂടിയിട്ട് ഇൻഷാ അല്ലാഹ് നല്ല സഖാഫി പറയുന്നു, ചെറിയ നിൽക്കൊന്ന് തൗബ പറയുന്നു. അങ്ങനെ തൗബ കൂടുതലായിട്ട് അല്ല, ഒരു 2 കലിമത്ത് പറഞ്ഞിട്ട് ഇസ്തിഗ്ഫാർ പറയാണ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം അസ്തഗ്ഫിറുല്ലാഹൽ അദീം. അർഹമുർ റഹീമായ അല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായി രഹസ്യമായും പരസ്യമായും ചെയ്തു കൂട്ടിയ എല്ലാ തെറ്റുകുറ്റങ്ങളും റബ്ബാകുന്ന നീ ഈ പരിശുദ്ധ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന പാതിരാത്രിയിൽ നിന്റെ ഫضല് കൊണ്ട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫ് കൊണ്ട് മാപ്പാക്കി തരണം റഹ്മാനെ.
നീ ഞങ്ങളെ ദോഷങ്ങൾ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും. അല്ലാഹ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇനി ഞങ്ങൾ ജീവിതത്തിൽ തെറ്റ് ചെയ്യൂല റബ്ബേ. അല്ലാഹുമ്മ അഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ വലിഅസാതീദിനാ വലിമൻ അഅനനാ വലിമൻ മാതൂ മിന്നാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വലാത്ത് മജ്ലിസിലേക്ക് പ്രവേശിക്കുന്നു. അതിനു മുമ്പ് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിന്റെ ബിൽഡിംഗ് നിർമ്മാണങ്ങളെല്ലാം നടക്കുന്നു. ലൈലത്തുൽ ഖദറിന്റെ ഈ രാത്രി നിങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കവറിൽ രോഗങ്ങളും കടങ്ങളും ബുദ്ധിമുട്ടുകളും വീട് നിർമ്മാണം മക്കളെ കല്യാണം ജോലിക്കാര്യം അങ്ങനെ തുടങ്ങി പല വിവിധ ആവശ്യങ്ങളുള്ള ആളുകളുണ്ട്. ലൈവായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളും നിങ്ങളെ കൊണ്ട് ഈ രാത്രി ഒരു നല്ല സ്വതക്ക ഈ ബായാർ മുജമ്മഅയിലെ ഈ സ്ഥാപന നടത്തിപ്പിന്റെ വിഷയത്തിലേക്ക് നിങ്ങൾ കവർ കൈപ്പറ്റിയിട്ട് അതിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ബുദ്ധിമുട്ടുകൾ എഴുതിയിട്ട് നല്ലൊരു സംഖ്യയും അതിൽ നിക്ഷേപിച്ച് അടുത്ത നമ്മുടെ ബായാർ സ്വലാത്ത് ജൂലൈ മാസം 21-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ തുടങ്ങും, 10 മണിക്ക് അവസാനിക്കും. ഇന്ന് റമദാൻ ആയതുകൊണ്ടാണ് ഇതുവരെ നീണ്ടത്. അതുകൊണ്ട് എല്ലാവരും അന്ന് മജ്‌ലിസിൽ വരുമ്പോൾ നിങ്ങൾ അത് കൊണ്ടുവരണം എന്ന് ഒന്നുകൂടെ പറഞ്ഞ് ആണും പെണ്ണും ഇടകലരുന്ന വിഷയം നമ്മുടെ സദസ്സിൽ ഉണ്ടാകരുത്. ദൂരെ തൃശ്ശൂർ, കൊല്ലം, തിരുവനന്തപുരത്ത് നിന്ന് വരെ ആളുകൾ ഈ സദസ്സിൽ എത്തിയിട്ടുണ്ട്. ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ നോമ്പുകാരായി അവശരായി ക്ഷീണിച്ച് തളർന്ന് ഡ്രൈവ് ചെയ്താൽ അതിന്റെ പ്രയാസവും ഗൗരവവും മനസ്സിലാക്കി നല്ല ഉണർച്ചയിൽ തന്നെ അപകടം വരുത്താതെ യാത്ര ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. അല്ലാഹുവേ, സകല ആഫത്തുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.